നമസ്കാരം. മൈൻഡ് വൈബ് എന്നെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം, സമാധാനം എവിടെ തുടങ്ങണമെന്ന്. നമ്മുടെയൊക്കെ വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടാവും അല്ലേ? വഴക്കുണ്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, ആരുടെ തെറ്റാ? എൻ്റെ തെറ്റല്ല, ചിലവർ നിൻ്റെ തെറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയാതെ നമ്മളൊരു വഴക്കുണ്ടാവുമ്പോൾ അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നിടത്താണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? ഒരു കുടുംബത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാളുടെ പിടിവാശി, അല്ലെങ്കിൽ ഒരാളുടെ ഒരു കടുത്ത വാക്ക്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, ഇവയൊക്കെയാണ്. അതുകൊണ്ട് കുടുംബത്തിലും സമൂഹത്തിലും സമാധാനത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് യുധിഷ്ഠിരൻ. അദ്ദേഹം പാണ്ഡവരുടെ മൂത്ത ആളാണ്. ഈ യുധിഷ്ഠിരനെ ധർമ്മപുത്രൻ എന്നും വിളിക്കും. കാരണം അദ്ദേഹം ജീവിതത്തിൽ ധർമ്മത്തിന് വലിയ സ്ഥാനം കൊടുത്തു. ഈ പാണ്ഡവർക്ക് കൗരവരിൽ നിന്ന് പലപ്പോഴും അതിക്രമങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഈ യുധിഷ്ഠിരൻ ഒരു പ്രതികാരദാഹിയായി പെരുമാറിയില്ല. ഈ യുധിഷ്ഠിരൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ധർമ്മത്തിനും ക്ഷമയ്ക്കും നീതിക്കുമൊക്കെ സ്ഥാനം കൊടുത്തിരുന്നത് കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു സമാധാന ദൂതുമായി ഹസ്തിനപുരിയിലേക്ക് അയക്കുന്നുണ്ട്. പാണ്ഡവർ ആവശ്യപ്പെട്ടത് വെറും 5 ഗ്രാമങ്ങളായിരുന്നു. എന്നാലെങ്കിലും സമാധാനമായിട്ട് മുന്നോട്ട് പോകാമല്ലോ. മുഴുവൻ രാജ്യവും അവർ ഒരിക്കലും ആവശ്യപ്പെട്ടില്ലായിരുന്നു. എന്നാൽ ദുര്യോധനൻ്റെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. ദുര്യോധനനെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഹസ്തിനപുരത്തെ രാജാവായ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും മൂത്ത മകനാണ് ദുര്യോധനൻ, കൗരവ കൂട്ടത്തിലെ മൂത്ത ആൾ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികാരമോഹവും രാജസിംഹാസനത്തോടുള്ള അതിയായ ആഗ്രഹവുമായിരുന്നു. അതുകൊണ്ടാണ് സമാധാന ദൂതുമായി വന്ന ശ്രീകൃഷ്ണ ഭഗവാന് വളരെ നിരാശനായി തിരിച്ചു പോകേണ്ടി വന്നത്. നമ്മൾ സമാധാനം തിരഞ്ഞെടുക്കുമ്പോൾ ദൗർബല്യമാണെന്ന് കരുതരുത്. ചില സമയങ്ങളിൽ സമാധാനം തിരഞ്ഞെടുക്കേണ്ടി വരും. അതായിരിക്കും അപ്പോൾ ഉത്തമം. നമ്മൾ കോപത്തിലായിരിക്കുമ്പോൾ ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ അമഗ്ദല എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് നമ്മളെ ഭീഷണിയിലേക്ക് പ്രതികരിക്കാനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നത്. നാം കോപത്തിലായിരിക്കുമ്പോൾ ചിന്തിക്കാതെ പെട്ടെന്ന് പ്രതികരിച്ചു പോകുന്നത്. അപ്പോൾ നാം ഒരു കാര്യം ചെയ്യണം. അല്പനേരം, ഒരു നിമിഷം ശാന്തമായി ചെറിയൊരു ശ്വാസമെടുത്ത് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ വികാരത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും. അപ്പോൾ നാം ഇന്നു മുതൽ നമ്മുടെ വീട്ടിൽ ഒരു തീരുമാനമെടുക്കണം. ദേഷ്യം വരുമ്പോൾ സംസാരിക്കരുത്. അല്പം ശാന്തമായി ചിന്തിച്ചിട്ട് സംസാരിക്കുക. അതുപോലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവൻ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നാണ്. സമാധാനം നാം സൃഷ്ടിക്കേണ്ടതാണ്. സമാധാനം സ്വയം ഒന്നും വരികയില്ല. അപ്പം നമ്മളാണ് സമാധാനത്തിൻ്റെ ഉപകരണങ്ങൾ. ആദ്യം നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകണം. വേറൊരാൾ നമുക്ക് സമാധാനം തരുമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മുടെ മനസ്സിൽ ആദ്യം സമാധാനം ഉണ്ടാകട്ടെ,
നമ്മുടെ കുടുംബത്തിൽ സമാധാനം തുടങ്ങട്ടെ. ആ സമാധാനം സമൂഹത്തിലേക്ക് പകരണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ജവഹർലാൽ നെഹ്റു തൻ്റെ ബുക്കായ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ എഴുതിയിരിക്കുന്നത് സമാധാനത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ സമാധാനമില്ല എങ്കിൽ നമുക്ക് സമൂഹത്തിൽ എങ്ങനെ സമാധാനം സൃഷ്ടിക്കുവാൻ കഴിയും? നമ്മുടെ മനസ്സിൽ വലിയ കോപം കൊണ്ട് നിറഞ്ഞുള്ള വാക്കുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് എങ്ങനെ ശാന്തത ഉണ്ടാകും? ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന സമാധാനം ആണ്, ആ യാത്രയാണ് ഒരു രാജ്യത്തിനെ സമാധാനത്തിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം. എല്ലായിടത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു ഭവനത്തിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്നിടത്താണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ പറയുന്നതും ഞാൻ കേൾക്കാൻ തയ്യാറാണെന്ന് പറയുന്നിടത്ത് സമാധാനം ഉണ്ടാകും. ആദ്യം കേൾക്കുക, ബഹുമാനിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് സംസാരിക്കുക. അങ്ങനെ ചെയ്യുന്നിടത്താണ് സമാധാനം ഉണ്ടാകുന്നത്. ഈ സമൂഹത്തിലേക്ക് വരിക. നമ്മുടെ രാജ്യങ്ങൾ പല മതങ്ങളുണ്ട്, പല സംസ്കാരങ്ങൾ, പല ഭാഷ, പല ജീവിത രീതി. ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായമനുസരിച്ച് സമൂഹത്തിനെക്കുറിച്ചുള്ള സമാധാനം എന്താണ്? നമുക്കൊന്ന് നോക്കാം. സമൂഹത്തിൽ ഉള്ളവർ എല്ലാവരും ഒരേപോലെ ചിന്താഗതി ഉള്ളവരല്ല, വ്യത്യസ്തരാണ്. വ്യത്യസ്തരാണെങ്കിലും പരസ്പരം ബഹുമാനിക്കുക എന്നതാണ് യഥാർത്ഥ സമാധാനം. അതുപോലെ രാജ്യങ്ങൾ വ്യത്യസ്തരാണ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവിടെ നാം യുദ്ധങ്ങളല്ല സൃഷ്ടിക്കേണ്ടത്, സമാധാനത്തിൻ്റെ ചർച്ചകളാണ് നടത്തേണ്ടത്. അവരും വ്യത്യസ്തരാണെങ്കിലും ഓരോ രാജ്യങ്ങൾ പരസ്പരം ബഹുമാനിക്കുവാൻ കഴിഞ്ഞാൽ ലോകത്ത് സമാധാനമുണ്ടാകും. അപ്പോൾ കുടുംബത്തിൻ്റെ സമാധാനം, സമൂഹത്തിൻ്റെ സമാധാനം, സമൂഹത്തിൻ്റെ സമാധാനം രാജ്യത്തിൻ്റെ സമാധാനം, രാജ്യത്തിൻ്റെ സമാധാനം ലോകത്തിൻ്റെ സമാധാനം. ഇത് ഒരു രാഷ്ട്രീയ ചിന്ത മാത്രമല്ല, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്ന് 3 കാര്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം. 1, നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളോട് ശാന്തമായി സംസാരിക്കുക. 2, കോപത്തോട് സംസാരിക്കേണ്ട ഒരാളോട് നിയന്ത്രിക്കുക. 3, ഞാൻ ജയിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ അടുക്ക് നമ്മൾ തമ്മിൽ മനസ്സിലാക്കാം എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുമ്പോൾ രാജ്യത്തിനും സമൂഹത്തിനും ലോകത്തിനും ഒക്കെ സമാധാനം നമ്മൾ പകരുകയാണ്. അപ്പോൾ നിങ്ങൾ സമാധാനം സൃഷ്ടിക്കുന്നവരാകുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ പ്ലീസ്. ഇനി അടുത്തൊരു വീഡിയോയുമായി